ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ഹോളി കമ്മ്യൂണിയൻ ഇവന്റ് ഹോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ആഗ്നൽ മോൻ വളരെ സുന്ദരനായിട്ട് ഇവിടെ ഇങ്ങനെ നമ്മുടെ കവാടത്തിൽ തന്നെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ആഗ്നലിന്റെ കൂടെ തന്നെ ഇന്ന് അവരുടെ കുടുംബത്തിന് ഒരു ഇരട്ടി മധുരം കൂടെയുണ്ട് കേട്ടോ. ആഗ്നലിന്റെ ഗ്രാൻഡ് പാരന്റ്സ് ആയിട്ടുള്ള മിസ്റ്റർ റോയൽ ജോർജ് ആൻഡ് മേഴ്സി ജോർജ് ദമ്പതികളുടെ വിജയകരമായിട്ടുള്ള 50 വർഷത്തെ വിവാഹ ജീവിതത്തിന്റെ ആഘോഷങ്ങളാണ് ഇന്ന് നമ്മുടെ വേദിയിലുള്ളത്. അപ്പോൾ അപ്പാപ്പനും അമ്മാമ്മയും കൊച്ചുമകനും ഒക്കെ കൂടി അവരുടെ മക്കളും എല്ലാവരും ചേർന്ന് ഫാമിലി ഒരുമിച്ച് ഈ ഒരു ദിവസം രണ്ടുപേർക്കും വേണ്ടി സ്പെഷ്യലായിട്ട് മാറ്റിവെച്ച് അവർ സെലിബ്രേറ്റ് ചെയ്യാണ്. അവരതിനു വേണ്ടി വരുന്ന ഓരോരുത്തർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി റിട്ടേൺ ഗിഫ്റ്റുകളൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള വളരെ ക്യൂട്ടായിട്ടുള്ള റിട്ടേൺ ഗിഫ്റ്റുകളാണ് അവർ ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റേജും കാണാൻ വളരെയധികം മനോഹരമായിരുന്നു. നമ്മൾ ഹോളി കമ്മ്യൂണിയൻ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമുക്കൊരു വെളുത്ത നിറാണല്ലേ നമ്മുടെ മനസ്സിൽ തെളിയുക. പരിശുദ്ധിയുടെ സ്നേഹത്തിൻ്റെ ആ ഒരു വെണ്മ നിലനിർത്തിക്കൊണ്ടുള്ള ആംബിയൻസ് ആയിരുന്നു അവിടെ മൊത്തം. വരുന്നവർക്ക് ആദ്യം തന്നെ അവർ സ്റ്റാർട്ടേഴ്സും ജ്യൂസും ടീയും എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴയാണെങ്കിലും ഒരുപാട് റിലേറ്റീവ്സും ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഒരു മനോഹരമായിട്ടുള്ള ഒരു ദിവസം ബന്ധുക്കളെല്ലാവരെയും കണ്ട് പരിചയമൊക്കെ പുതുക്കി സന്തോഷത്തോടെ സ്നേഹത്തോടെ പങ്കുവച്ചു. ആ വീഡിയോ നമുക്ക് ആസ്വദിക്കാം. ജോർജ് മേഴ്സി ദമ്പതികൾക്ക് ജീവിതത്തിൽ പകർന്നു കിട്ടിയ വിശ്വാസം, അവരുടെ ആത്മീയത, അവരുടെ ദൈവികമായിട്ടുള്ള വിചാരം, അതെല്ലാം അവരവരുടെ മക്കൾക്ക് പകർന്നു കൊടുത്തു. മക്കളിതാ അതുപോലെ തന്നെ ആഗ്നലിനും അത് പകർന്നു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം അവരുടെ കുടുംബത്തിനും നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് സ്പെഷ്യലാണ്. A warm welcome to one and all present here for the big day celebration of Agnel and his family. ആദ്യമായി ഈശോയെ സ്വീകരിച്ച സന്തോഷം നമ്മളുമായി പങ്കുവയ്ക്കുന്ന ആഗ്നൽ, 15th വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന ആഗ്നലിന്റെ ഗ്രാൻഡ് പാരന്റ്സ്, അങ്ങനെ ഇവരുടെ കുടുംബം ഒന്നിച്ചു ചേർന്നിട്ടുള്ള സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാം. നമ്മുടെ മുഴുവൻ സ്നേഹവും നൽകി നിറഞ്ഞൊരു കയ്യടി കൊടുത്ത് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ആഗ്നലിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവരും ചേർന്ന് നല്ലൊരു കയ്യടി കൊടുത്ത് ഒലക്കെങ്കിൽ കുടുംബത്തിന്റെ ലിറ്റിൽ പ്രിൻസ് ആഗ്നൽ, പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ് ആൻഡ് ഹാർട്ട്ലി കൺഗ്രാറ്റുലേഷൻസ്. നമ്മള് കാത്തിരുന്ന ആഗ്നൽ നമ്മുടെ വേദിയിൽ എത്തിക്കഴിഞ്ഞു. ആഗ്നലിന്റെ ആത്മീയ ജീവിതത്തിലേക്ക് അവനെ കൈപിടിച്ചു നടത്തുന്ന, അവന്റെ വളർച്ച കണ്ട് മനസ്സ് തുറന്ന് സന്തോഷിക്കുന്ന, ഇനിയും ഒരുപാട് ഉയരങ്ങൾ അവൻ കീഴടക്കണമെന്ന് ആഗ്രഹിക്കുന്ന അവന്റെ പ്രിയപ്പെട്ട പപ്പയും അമ്മയാണ് നമ്മൾ ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോടു കൂടി നമുക്ക് അവരെ ഇന്നത്തെ അവരുടെ ആഘോഷ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ ആൻഡ് ലോ ആൻഡ് മിസ്സിസ് ഏഞ്ചൽ along with her daughter Jewel. Please come on to the stage. എല്ലാവരും ചേർന്ന് ആഗ്നലിന്റെ അടുത്തോട്ടൊന്ന് ചേർന്ന് വന്നേ. അങ്ങനെ ആഗ്നലിന്റെ പ്രിയപ്പെട്ട പപ്പയും അമ്മയും ഒക്കെ കൂടെ ചേർന്ന് നിന്നു. ഇനി നമ്മുടെ ഇന്നത്തെ താരങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട മിസ്റ്റർ റോയൽ ജോർജ് ആൻഡ് മേഴ്സി ജോർജ്. മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കുന്നു എന്ന തിരുവചനം അനുസ്മരിച്ചുകൊണ്ട് വിവാഹ ജീവിതത്തിന്റെ വിജയകരമായ 50 വർഷം പൂർത്തീകരിക്കുന്ന ആഗ്നലിന്റെ ഗ്രാൻഡ് പാരന്റ്സിനെ നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ അതിലേറെ നിറഞ്ഞ ബഹുമാനത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Mr. Royal George and Mrs. Mercy George, please come on to the stage. എല്ലാവരും ചേർന്ന് നല്ലൊരു കയ്യടി ഈ ദമ്പതിമാർക്കൊന്ന് നൽകിയേ. കാണുമ്പോ വളരെയധികം മനോഹരമായിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ മനോഹരമായിട്ടുള്ള ഒരു കുടുംബത്തിന് നല്ലൊരു കയ്യടി നൽകാം. എല്ലാവരും ചേർന്ന് ഒന്ന് കയ്യടിച്ചു. ക്രിസ്തീയ പാരമ്പര്യം അനുസരിച്ച് ശുഭകാര്യങ്ങളെല്ലാം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന ഈ സ്ഥലവും പരിസരവും എന്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുകയും അവരെ തടയരുത്. അവരെ പോലെയുള്ളവരുടേതാണ് സ്വർഗരാജ്യം. അതുകൊണ്ട് തന്നെ ഇന്ന് ഈശോയുടെ മുൻപിൽ ആദ്യ കുർബാന സ്വീകരിച്ച ആഗ്നലായിരിക്കും നമ്മുടെ ചാനലിൽ നിന്ന് ആദ്യം തെളിയിക്കുന്നത്. ഒരുപാട് സ്നേഹത്തോടു കൂടി ആഗ്നലിനെയും
കുടുംബത്തെയും നമുക്ക് സ്വാഗതം ചെയ്യാം. ആഗ്നൽ, പ്ലീസ് കം മൂവ് ഫോർവേഡ് ഫോർ ലൈറ്റ് ആൻഡ് മിഡിൽ. തിരി വാങ്ങി ആഗ്നൽ മിഡിൽ തന്നെ ആഗ്നലിന്റെ പേരൻസും എല്ലാവരും കൂടി ചേർന്ന് നിന്ന് അവന്റെ ജീവിതത്തിൽ ഇനി വരുന്ന ദിവസങ്ങൾ ഏറെ പ്രകാശപൂർണമാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദീപം തെളിയിക്കാം. ജീവിതത്തിൽ ഒരുപാട് തെളിച്ചമുള്ള ഉയരങ്ങൾ കീഴടക്കാൻ ആഗ്നലിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. വിവാഹ ജീവിതത്തിന്റെ ദൈവാനുഗ്രഹത്താൽ സമ്പന്നമായ 50ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മിസ്റ്റർ ഓയിൽ ജോർജും ചേർന്ന സൈഡ് കാൻഡിൽസും അതുപോലെ തന്നെ മിസ്റ്റർ PV ചാക്കപ്പൻ ആൻഡ് മിസസ് വത്സ ദമ്പതികളും ചേർന്ന് ഈ ഒരു ദീപം തെളിയിക്കുന്ന ചടങ്ങ് ഇവിടെ വളരെ സ്നേഹത്തോടു കൂടി ആ മധുരം എടുത്ത പപ്പനും അമ്മാമ്മയ്ക്കും പപ്പയ്ക്കും മമ്മിക്കും എല്ലാവർക്കും ഒന്ന് പങ്കുവച്ചേ. എല്ലാവർക്കും പങ്കിട്ട് നൽകി കഴിഞ്ഞു. ഇനി ഇന്നത്തെ ദിവസം ആഗ്നലിന്റെ ആണല്ലോ, അപ്പൊ ആഗ്നലിന്റെ ഒരു ചെറിയ വിശേഷമൊക്കെ ചോദിച്ച് നമുക്ക് തുടരാം. ഇന്ന് ആഗ്നൽ ആദ്യമായിട്ട് ഈശോയെ സ്വീകരിച്ചപ്പോ ആഗ്നലിന് മനസ്സിൽ തോന്നിയ കാര്യം എന്താണ് എന്ന് പ്രിയപ്പെട്ടവരോടൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ? Hi everyone, I am so happy to see you all. May I and happy blessed day as my dear Jesus came into my heart. Thank you Jesus for choosing me. Thank you Father blessing me. Thank you Appa, Amma. Thank you Jose Baba and Papa and Mama. Special thanks to Garlopa, John Snatcher and Levi for joining this function. Finally, thank you everyone for coming and bless me on this special day. Thank you. നല്ലൊരു കൈയ്യടി കൊടുത്തേ. ആഗ്നലിനോട് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ കേട്ടോ. ആഗ്നലിന്റെ മാമോദീസയ്ക്ക് വന്നിട്ടുള്ള ആളുകളെ ആഗ്നലിന് ഓർമ്മയുണ്ടോ? എങ്ങനെ ഓർമ്മ കാണാനാണ്? ബർത്ത്ഡേക്ക് വന്നിട്ടുള്ളവരെ ഓർമ്മയുണ്ടോ? ഇപ്പൊ വന്നിട്ടുള്ളവരെയൊക്കെ ഓർമ്മയുണ്ടോ? എല്ലാവരുടെയും മുഖം മനസ്സിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചേക്കണം കേട്ടോ. കാണുന്നുണ്ട് എല്ലാവരെയും നോക്കി മനോഹരമായിട്ട് നോക്കി ചിരിച്ചേ. ഈ കാണുന്നവരെല്ലാവരും ആഗ്നലിനോടുള്ള സ്നേഹത്തെ കോർത്ത് ആഗ്നൽ ഒരുപാട് ഉയരങ്ങളിലൊക്കെ നമ്മൾ ആഗ്രഹിച്ച് ആഗ്നലിന് വേണ്ടി അവരുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയമൊക്കെ മാറ്റി വെച്ച് വന്നിട്ടുള്ളവരാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ജീവിതത്തില് അവർക്ക് വേണ്ടി നമ്മൾ പ്രാധാന്യം കൊടുക്കണം, പ്രാർത്ഥനകളിൽ അവരെ ഓർക്കണം, അല്ലെ? അവരെ നമ്മൾ മറന്നു പോവാതെ നമ്മുടെ വളർച്ചയിൽ അവരെയും കൂടെ കൂട്ടില്ലേ? ഇനി മറ്റൊരു ചോദ്യം കൂടി ചോദിച്ച് നമുക്ക് ആഗ്നലിനെ ഫ്രീ ആക്കാം. ആദ്യമായി ഈശോയെ സ്വീകരിച്ച ആഗ്നലിന്റെ മുന്നിലേക്ക് ഈശോ വന്നു എന്ന് വിചാരിക്കുക. ആഗ്നലിനോട് ചോദിക്കുകയാണ്, എന്റെ പൊന്നു മോനെ ആഗ്നലെ, നീ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് അങ്ങ് നടത്തി തരും എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ട് എന്ത് വിഷാണ് ആഗ്നൽ ചോദിക്കാൻ പോകുന്നത്? ഇത്ര നല്ല അവസരം കിട്ടിയിട്ടൊന്നും ചോദിക്കില്ല. അതെന്താണെന്നറിയോ? ഒരുപാട് ലിസ്റ്റുകളുണ്ട്, അതൊന്നും എടുക്കാൻ മറന്നു, അതുകൊണ്ടാണെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ആഗ്നലിന്റെ ഹോളി കമ്മ്യൂണിയൻ സെലിബ്രേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എത്രയധികം സമ്മാനങ്ങളാണ് ആഗ്നലിന് നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ളതെന്ന് അറിയോ? അപ്പോൾ ആദ്യത്തെ ചോദ്യം ആഗ്നലിനെ പറ്റി തന്നെ ആവട്ടെ. ആഗ്നൽ എന്ന വാക്കിന്റെ മീനിങ് എന്താണ്? വളരെ സിമ്പിളാണ്. അത് പറയുന്ന ആൾക്ക് ഒരു മനോഹരമായിട്ടുള്ള സമ്മാനം ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഉഷാറായിക്കേ.
എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ ഫോൺ ഉപയോഗിക്കുകയല്ലേ നോക്കാനായിട്ട്. മക്കൾക്ക് സമ്മാനം വേണോ, മമ്മിമാരൊക്കെ ഫോൺ എടുത്ത് പുറത്തേക്ക് വെച്ചോ, സെർച്ച് ചെയ്തോ. ആഗ്നൽ എന്ന വാക്കിന്റെ മീനിങ് എന്താണ് എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ചോദ്യം. പപ്പയുടെയും മമ്മിയുടെയും ഫോൺ മേടിച്ചിരുന്ന കുട്ടികളൊക്കെ ഫോൺ മേടിച്ചൊന്ന് സെർച്ച് ചെയ്തേ. ഓടിവാ. കിട്ടിയോ? നിങ്ങളെല്ലാവരും സെർച്ച് ചെയ്തപ്പോ അത് തന്നെയാണോ ആൻസർ? എന്തായാലും മിടുക്കിയുടെ പേര് നേഹമോൾക്ക് എല്ലാവരും ചേർന്ന് നല്ലൊരു കയ്യടി കൊടുത്തേ. നേഹമോൾ ഓടിപ്പോയി. അപ്പൊ നമ്മുടെ ഫോട്ടോ സെഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നേഹമോൾക്ക് സമ്മാനമുണ്ട്. അപ്പൊ നേഹമോള് വീണ്ടും ഓടി വന്ന് നമ്മുടെ അപ്പച്ചനും അമ്മയും ചേർന്ന് പരസ്പരം മധുരം പങ്കുവയ്ക്കുക. അതോടൊപ്പം തന്നെ മക്കൾക്കും കുഞ്ഞുമക്കൾക്കും ഒക്കെ നൽകി ഈ സന്തോഷകരമായിട്ടുള്ള നിമിഷത്തിൽ ദൈവത്തിന് നമുക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും ഒരുപാട് വർഷം ഇതുപോലെ തന്നെ ഇണയായി തുടരാൻ ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഭാഗ്യം ചെയ്ത അപ്പനും അമ്മയായിട്ട് ജീവിതകാലം മുഴുവൻ തുടരാൻ ഇവർക്ക് സാധിക്കട്ടെ അല്ലേ? ഇനി ബൊക്കേസ് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് സ്നേഹത്തോടു കൂടി നമുക്ക് ജുവലിനെയും ആഗ്നലിനെയും സ്വാഗതം ചെയ്യാം. രണ്ടുപേരും ചേർന്ന് അപ്പാപ്പനും അമ്മാമയ്ക്കും ബൊക്കേസ് കൈമാറ്റം ചെയ്യാം. അതിനുശേഷം അപ്പാപ്പനും അമ്മാമയും രണ്ടുപേരും ആ ബൊക്കേസ് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാം. ഇവരുടെ ജീവിതത്തിൽ എല്ലാം വളരെ ഭംഗിയായി തുല്യമായി പങ്കുവച്ചതുകൊണ്ടാണ് 50ാം വിവാഹ വാർഷികം വരെ ഒരുപാട് സ്നേഹത്തോടു കൂടി പരസ്പരം മനസ്സിലാക്കി ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിച്ചത്. ഇനി വൈൻ ടോസ്റ്റിംഗ് സെറമണിയാണ്. വൈൻ ഗ്ലാസസ് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് വേണ്ടി മിസ്റ്റർ ആൻലോ ആൻഡ് Mr. George and Mrs. Mercy George swap the wine glasses together and toast it and enjoy the bitterness and sweetness of marriage life. എല്ലാവരും ചേർന്ന് നല്ലൊരു കൈ കൊടുത്തേ. 50 വർഷം മുൻപ് വൈനൊന്നും ആയിരിക്കില്ല. ഇതിന് രൂപഭാവം മാറ്റം വന്ന് നമ്മൾ വൈൻ ഗ്ലാസ് ആക്കി നമ്മൾ ചുരുക്കിയതാണ്. അപ്പൊ അതുകൊണ്ട് അവര് വളരെ ശക്തമായിട്ടുള്ളൊരു കയ്യടി അർഹിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ചേർന്ന് നല്ലൊരു കയ്യടി കൊടുത്തേ. വളരെ മനോഹരമായി ശ്രുതി മധുരമായി 3 ദിവ്യകാരുണ്യ ഗാനങ്ങൾ ഇവിടെ ആലപിച്ചു. അപ്പോ ആശയാണ് നമുക്ക് വേണ്ടി മനോഹരമായ ഈ ഗാനം ആലപിച്ചത്. അപ്പൊ നേഹയ്ക്കും ആശയ്ക്കും ഇവിടെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഫോട്ടോ സെഷൻസ് ഒന്ന് കഴിഞ്ഞോട്ടെ. ഉടനടി ആ സമ്മാനങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയടി നൽകി. നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനം നേടാനുള്ള അവസരങ്ങളുണ്ട്. അപ്പൊ എല്ലാവരും അവസരങ്ങൾ പൂർണ്ണ. ഇനി രണ്ടാമത്തെ ചോദ്യത്തിന്
ശരിയായും ആശയ്ക്ക് നല്ലൊരു കൈ കൊടുത്തേ. പങ്കുവയ്ക്കാൻ പറ്റും. ആ വിവാഹ ദിവസം ഇപ്പൊ ഓർത്തെടുക്കുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലേക്ക് ഓടിയെത്തുന്നത്? എന്താ ഞാൻ വിവാഹം ജീവിച്ച് പറ്റിയിട്ട് എന്താ സാധാരണ എല്ലാവരും കഴിക്കണം ഒരു പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 50 വർഷത്തെ പറ്റിയിട്ട് ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞു. കഴിഞ്ഞ 1975 ഓഗസ്റ്റ് മാസം 31-ാം തീയതിയാണ് എനിക്ക് കൈ കിട്ടിയത്. അന്ന് മുതല് ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ജീവിതമാരൊക്കെ തന്നെ വേറെ പ്രത്യേകത യാതൊന്നുമില്ല. പിണങ്ങിയിട്ടും ഇത്രയും കാലം കഴിഞ്ഞ 50 വർഷം കഴിച്ചു കിട്ടി. ഞാൻ വേറെ കാര്യം ചെയ്യട്ടെ, നിങ്ങൾക്ക് ദിവസേന പായസം കഴിക്കാൻ പറ്റുമോ? പായസം എന്ന് പറയുന്ന ഭക്ഷണം ഞങ്ങൾക്ക് എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റില്ല. കുറച്ച് പായസം നിങ്ങൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചമ്മന്തി ഒന്ന് തൊട്ട് നാമെന്ന് തുറന്നാൻ തോന്നും. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് പായസം അടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം കഴിയുമ്പോൾ പിന്നെ കുറച്ചുകൂടി പായസം ഇല്ലാൻ തോന്നും. ഇനി ഒന്നും കൂടി ചമ്മന്തി തൊടാൻ തോന്നും. ഇതേ മാതിരിയൊക്കെ തന്നെയായിരുന്നു ഞങ്ങളെ കഴിഞ്ഞ 50 വർഷക്കാലം. ഒരു സംശയമില്ല. പിന്നെ ഞാനും മാതാവും ജീവിച്ച മാറ്റമൊന്നും ഒരാളും ഈ ഭൂമിയിൽ നമ്മൾ ആരും ജീവിച്ചിട്ടില്ല. കാരണം അവർ ദൈവത്തിൻ്റെ മക്കളാണ്. ശിവനാഥൻ്റെ അടുത്ത് പറഞ്ഞു, ദൂരം വന്നിട്ട് പറഞ്ഞു, ഇതേ അവിടെ ഇന്ന വീട്ടിലൊരു പെൺകുട്ടിയുണ്ട്, ലേശം അടിപിടിച്ച കേസാണ്. എന്നിരുന്നാലും ശിവനാഥ് എന്താ പറഞ്ഞത്? എനിക്ക് അവളെ തന്നെ വേണം, എനിക്ക് അവളാണ് വേണ്ടത്. അപ്പൊ അത് കാരണം ഔഷധങ്ങളെ മാതാവിനെ ഇടം അതൊന്നും നോക്കാതെ അങ്ങനെ സ്വീകരിക്കും. വല്ല കുഴപ്പമുണ്ടായില്ല. പക്ഷെ അവർ ദൈവത്തിൻ്റെ മക്കളാണ്, പരിശുദ്ധാത്മാവിൻ്റെ മക്കളാണ്. അത് കാരണം അവർക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകാൻ പറ്റും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ പറ്റില്ല. ഇതുമായി നിങ്ങൾക്കൊക്കെ പറ്റുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ? ഇടയ്ക്കിടയ്ക്ക് സൗന്ദര്യപ്പണക്കവും അതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ എല്ലാ വീടുകളിലും ഉണ്ട്. എന്ന മാതിരി അങ്ങനെ സൗന്ദര്യപ്പണക്കം ഉണ്ടാവുമ്പോൾ ഞാൻ എന്താ പറയാന്നറിയാം, പൊന്നെ മുത്തേ പ്രണം കണ്ടേ അങ്ങനെ പറഞ്ഞപ്പോൾ ആളൊന്നും ചിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് പുറത്ത് പോകാം, നമുക്കൊന്ന് മസാല ദോശ അടിക്കാൻ പോവാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്രയും നേരം വരെയുള്ള ആ പണക്കവും സൗന്ദര്യപ്പണക്കവും മോഹവും എല്ലാം വൈകുന്നേരം അവസാനിക്കും. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ കഴിഞ്ഞ ഇത്രയും വയസ്സ് ഈ പ്രായം വരെ ഞങ്ങൾക്ക് 2 പേർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അല്ലാതെ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നല്ലാതെ കുറേശ്ശെ കൊളസ്ട്രോളിൻ്റെ ടാബ്ലറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്, പ്രഷറിൻ്റെയും ടാബ്ലറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നെ കൊണ്ടാകുന്ന വേറെ ഒരു പ്രശ്നമില്ല. പരിപൂർണ ആരോഗ്യത്തോടു കൂടിയിട്ട് എൻ്റെ 51-ാമത്തെ വയസ്സും എൻ്റെ സെക്രട്ടറിയുടെ 70-ാമത്തെ വയസ്സും അങ്ങനെ കടന്നു പോകുന്നു. ഇനി ഒരു നല്ലൊരു കാലം ഞങ്ങൾക്ക് ജീവിക്കാനായിട്ടുള്ള ആരോഗ്യം ദൈവം നമ്പരാൻ ഞങ്ങൾക്ക് തരുമെന്ന് വിശ്വസിക്കുന്നു. അതിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേറൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ കുട്ടികളുടെ കൂടെ, എൻ്റെ പേരക്കുട്ടികളുടെ കൂടെ കളിച്ചതാണ്. അതിന് ശേഷം എൻ്റെ ചെവിയും പോയി ഒക്കെ പോയി. അത് കാരണം നിങ്ങൾ എന്താണ് എന്നോട് പറയണതെന്നുള്ളത് എനിക്കൊന്നും കേൾക്കാണ്ട്, പക്ഷെ മനസ്സിലാവുന്നില്ല. ഈ ചേച്ചി എന്തൊക്കെ എന്നോട് പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് തന്നപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം നിങ്ങളുടെ അടുത്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നന്ദി, നമസ്കാരം. അമ്മച്ചിക്ക് എന്തെങ്കിലും ഒക്കെ ഇതിന്റെ കൂടെ കൂടി ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആദ്യം തന്നെ ഇത്രകാലം ദൈവം ഞങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ 50 വർഷം പുള്ളി പറഞ്ഞ പോലെ തന്നെ എണ്ണയും പണിയും ഒക്കെ ജീവിച്ചു. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അത്രയും സ്നേഹത്തോടുകൂടിയാണ് എന്നെ സ്വീകരിച്ചിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് 6 മക്കളെയും
5 കൊച്ചുമക്കളെയും തന്ന് ദൈവം അനുഗ്രഹിച്ചു. പിന്നെ അതിനെല്ലാറ്റിനും ദൈവത്തിന് വളരെയധികം നന്ദി പറയുന്നു. പിന്നെ ഇവിടെ വന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്നിരിക്കുന്ന എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് 50 വർഷത്തെ ജോലി ആരായിരുന്നു പായസം, ആരായിരുന്നു ചമ്മന്തി എന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയോ? പക്ഷെ അവരത് നല്ല ബാലൻസിങ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോയത് കൊണ്ടാണ് ഇവിടെ ഇപ്പോ സന്തോഷത്തോടു കൂടി മക്കളുടെ കൂടെ, കൊച്ചുമക്കളുടെ കൂടെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത്. ഇനി അമ്മയുടെയും 50ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്കും എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഫുഡ് കൗണ്ടർ ഓപ്പൺ ചെയ്തിട്ട് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം, എൻജോയ് ചെയ്യാം. ഓക്കെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഇവന്റ് വളരെ മനോഹരമായി ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. എല്ലാവരും കുടുംബവും ഒരുക്കിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള വിരുന്ന് ആസ്വദിച്ച് ഭക്ഷണം കഴിച്ച് വയറു മനസ്സൊക്കെ നിറച്ച് ആശംസകളൊക്കെ അറിയിച്ച് ഫോട്ടോസ് ക്യാപ്ചർ ചെയ്തതിന് ശേഷം മാത്രമേ ഇന്നത്തെ ദിവസം ഇവിടെ നിന്ന് വിട്ടുപോകാൻ പാടുള്ളൂ എന്ന സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കും. ചിലർക്കെങ്കിലും തീർച്ചയായും അറിയേണ്ട ഒരു കാര്യമാണ്, ദിവ്യകാരുണ്യ അത്ഭുതം കേരളത്തിൽ നടന്നിട്ടുള്ളത് എവിടെയാണ്? അറിയുന്ന ആളുകളുണ്ടെങ്കിൽ, ദിവ്യകാരുണ്യ അത്ഭുതത്തെ പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വേദിയുടെ അടുത്തേക്ക് കടന്നു വരണം. നിങ്ങളെ കാത്ത് വളരെ മനോഹരമായ ഒരു സമ്മാനം ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. കണ്ണൂര് വെളിയങ്കോട് നിന്നാണ് ഒരാൾ ആൻസർ പറഞ്ഞേക്കുന്നത്. വേറൊരാളും കൂടി ആൻസർ പറയുന്നുണ്ട്. നമുക്ക് അവരോട് കൂടി ചോദിച്ചു നോക്കാം. ഏതായിരുന്നു ആൻസർ? കഞ്ചിക്കോട് റാണി. അപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന പലർക്കും ദിവ്യകാരുണ്യ അത്ഭുതത്തെ പറ്റിയൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഉത്തരം പറഞ്ഞ 3 പേർക്കും സമ്മാനം ഇവിടെയുണ്ട്. അപ്പൊ സമ്മാനം വാങ്ങിയിട്ട് മാത്രമേ ഇവിടെ നിന്ന് പോകാൻ പാടുള്ളൂ. ഒലക്കീന്ത്യ കുടുംബത്തിന്റെ ഫോട്ടോ സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആയുഷ് എന്ന കുട്ടി കൂടിയുണ്ട്. അപ്പൊ ആയുഷിനെയും ഒരുപാട് സ്നേഹത്തോടു കൂടി നമ്മൾ ഇന്നത്തെ ഒരു ആഘോഷ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈ കൊടുക്കാം. ഏഗ്നലിനും ആയുഷിനും റേച്ചലിനും 1000 ജന്മദിനാശംസകൾ. എല്ലാവർക്കും ചേർന്ന് നല്ലൊരു കയ്യടി നൽകാം. അങ്ങനെ നമ്മുടെ ഫോട്ടോ സെഷൻ വീണ്ടും ഇവിടെ തുടരുകയാണ്. ഇനിയും ഫോട്ടോസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്ന്
വേണ്ടി ആലപിക്കുന്നത്. ഒരുപാട് സ്നേഹത്തോടു കൂടി നമുക്ക് അവരെ രണ്ടുപേരെയും സ്വാഗതം ചെയ്യാം. സമ്മാനങ്ങളെല്ലാം അവർ കരസ്ഥമാക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി വിവാഹ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ കുടുംബ ജീവിതത്തെ ഓർക്കുമ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു വചനം പങ്കുവയ്ക്കാൻ ആർക്കെങ്കിലും കഴിയോ? വിവാഹ ജീവിതത്തെ കുറിച്ച് ഓർത്ത് മനുഷ്യൻ ഏകനായിരിക്കണമെന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ഉൽപ്പത്തി 1:18. നല്ലൊരു കൈയടി കൊടുക്കേ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ഒരു ഇണയെ ഞാൻ നൽകും എന്ന മനോഹരമായിട്ടുള്ള വചനം പങ്കുവച്ച നമ്മുടെ പ്രിയപ്പെട്ട ഗ്രീഷ്മയ്ക്ക് നമ്മുടെ സമ്മാനങ്ങളൊക്കെ കൈമാറി. അപ്പൊ നമുക്ക് ഇനിയും സമ്മാനങ്ങളൊക്കെ നേടണ്ടേ? അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ചോദ്യം വീണ്ടും, നമ്മളെ വിവാഹം കഴിക്കുമ്പോൾ നമ്മുടെ പള്ളിയിൽ ദേവാലയത്തിൽ വെച്ച് നമ്മളൊരു പ്രതിജ്ഞ ഇങ്ങനെ കൈ ചേർത്ത് പിടിച്ച് ചെല്ലില്ലേ? അപ്പോൾ വിവാഹ ജീവിതത്തിന്റെ ആ ഒരു പ്രതിജ്ഞ പങ്കുവയ്ക്കാൻ കഴിയുന്ന ആൾക്കാണ് ഇനി മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം കാത്തിരിക്കുന്നത്. അവിടെ ഒരു അമ്മച്ചി പറയുന്നുണ്ട്, വിവാഹ ജീവിതത്തിൽ ഒരുമിച്ച് ചേരുമ്പോൾ ദേവാലയത്തിൽ വെച്ച് പരസ്പരം പങ്കുവയ്ക്കുന്ന മനോഹരവും സുദൃഢവുമായ ആ ഒരു പ്രതിജ്ഞ ഓർമ്മിച്ച് ആർക്ക് പറയാൻ കഴിയും? അവരെ കാത്താണ്, ആ ദമ്പതികളെ കാത്താണ് ഇനി നമ്മുടെ വേദിയിൽ സമ്മാനം ഇരിക്കുന്നത്. അവിടെ ഒരു അമ്മച്ചിക്ക് ആ വചനം അറിയാം, പക്ഷെ ചിലപ്പോൾ വേദിയിലേക്ക് കടന്നു വരാനുള്ള ബുദ്ധിമുട്ട് കാരണമായിരിക്കാം. ഈ സമ്മാനം അങ്ങനെ നമ്മൾ പഴയകളൊന്നും പറഞ്ഞിരിക്കാം. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒന്നിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ഈ പ്രതിജ്ഞ പൂർത്തീകരിക്കാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നുകൂടിയുണ്ട്. എന്നാലും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം മനോഹരമായിട്ടുള്ള പ്രതിജ്ഞ ഓർത്തു പറഞ്ഞ അമ്മച്ചിക്ക് നമുക്കൊരു സമ്മാനം കൈമാറ്റം ചെയ്യാം അല്ലെ? അമ്മച്ചിയുടെ പേരെന്താ? നമ്മുടെ ലിസ് അമ്മച്ചിക്ക് വേണ്ടി മനോഹരമായ ഒരു സമ്മാനം നമുക്ക് നൽകാം. ഇനി നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്ന് പെർഫോമൻസ് ചെയ്യുന്ന എല്ലാവരെയും കാത്ത് സമ്മാനങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി മനോഹരമായ ഗാനം ആലപിക്കുന്നതിനും നൃത്തം ചെയ്യുന്നതിനൊക്കെ ഏറെ സ്നേഹത്തോടു കൂടി ഓരോരുത്തരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉത്തരം പറയില്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുസൃതി ചോദ്യമാണ്. ആദ്യം
ദൈവത്തിനുമുണ്ട്, ആദത്തിനുമുണ്ട്, ഹവായിലില്ല. എന്താണ്? ദൈവത്തിനുമുണ്ട്, ആദത്തിനുമുണ്ട്, ഹവായിലില്ല. ആദം നമ്മുടെ ആദികാലം ഒരാളാണ്. അറിയോ? ബുദ്ധി ഉപയോഗിക്കുന്നത് വളരെ തമാശയായിട്ടുള്ള ചോദ്യം എന്നാണ് ഉത്തരം. അതെ, സാൻഡ്രയാണ് നമുക്ക് ശരി ഉത്തരം നൽകിയത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം സാൻഡ്രയ്ക്ക് നമുക്കൊരു സമ്മാനം കൊടുക്കാം. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഫ്രൂട്ട്. ശരിയായിട്ടുള്ള ഉത്തരം നമ്മുടെ മിടുമിടുക്കനായിട്ടുള്ള എവൻടോം പറഞ്ഞിരിക്കുകയാണ്. എവൻടോം പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ്. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ടാണ്. അപ്പോ ഇവന് സമ്മാനം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയും പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ അറിഞ്ഞിട്ട് മടി പിടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ഓടി വരണമെന്ന് സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഉത്തരം പറയുന്ന ആൾക്ക് സമ്മാനമുണ്ട്. ഞാനൊരു പാട്ടിന്റെ കുറച്ച് വരികൾ ഇവിടെ ആലപിക്കും. അതിന്റെ ആദ്യ വരികൾ പാടുന്ന ആൾക്കാണ് സമ്മാനമുള്ളത്. അപ്പോൾ മുതിർന്ന എല്ലാവരും ഈ ഒരു മത്സരത്തിലേക്ക് പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ വേദിയിലുള്ളവർക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാം. ഞാൻ പാടുന്ന പാട്ടിന്റെ ആദ്യ വരികൾ പങ്കുവയ്ക്കുന്ന ആൾക്കാണ് ഈ സമ്മാനമുള്ളത്. അപ്പൊ നമുക്ക് പാടാം. തത്തമ്മ ചുണ്ടു ചുവന്നത് തളിർവെറ്റില തിന്നിട്ടോ, തത്തമ്മ ചുണ്ടു ചുവന്നത് തളിർവെറ്റില തിന്നിട്ടോ, മാരൊരാത്തേനിൽ മുക്കി മണിമുത്തം തന്നിട്ടോ, മാരൊരാത്തേനിൽ മുക്കി മണിമുത്തം തന്നിട്ടോ.
കസേരകളിൽ ഇരിക്കുന്ന ആളാണ് ഇന്നത്തെ ലക്കി ചെയർ ഭാഗ്യശാലി. അപ്പൊ ആ ചെയർ ഏതാണെന്നൊന്ന് എഴുന്നേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു സ്റ്റിക്കർ പറിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാണ് ഇനിയുള്ള സമ്മാനം. ഇന്നത്തെ ദിവസത്തെ മനോഹരമായിട്ടുള്ള മൊമെന്റുകൾ കുറിച്ചിട്ട 2 സ്റ്റിക്കറുകൾ പതിച്ച കസേരകൾ നമ്മുടെ വേദിയിലുണ്ട്. അത് കിട്ടുന്ന ആൾക്കാണ് ഇന്നത്തെ ലക്കി ചെയർ വിന്നർ. 2 കസേരകളിലാണ് ഇതുപോലെ എഴുതിയിട്ടുള്ളത്. 2 പേരും കണ്ടെത്തി വന്നിരിക്കുകയാണ്. അപ്പോ 2 ഭാഗ്യശാലികൾക്ക് ഇന്നത്തെ ലക്കി ചെയറിലൂടെ സമ്മാനം നേടിയിരിക്കുകയാണ്. അപ്പൊ 2 പേർക്ക് മനോഹരമായിട്ടുള്ള സമ്മാനം നമ്മുടെ ആക്ടിന്റെ കുടുംബം ഒരുക്കി വെച്ചിട്ടുണ്ട്. തന്നെ ഞാനൊരു പാട്ടിന്റെ കുറച്ച് വരികൾ ഇവിടെ ആലപിക്കും. അതിന്റെ ആദ്യ വരികൾ പാടുന്ന ആളുകൾക്കാണ് സമ്മാനം. ഒരുപാട് സമയമായി നമ്മുടെ കുട്ടികളാണ് സമ്മാനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോകുന്നത്. മുതിർന്നവർക്കും നമ്മുടെ ഈ ചെറിയ മത്സരത്തിലൊക്കെ പങ്കെടുക്കാം. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു ചോദ്യം. അപ്പോ ഒരു പഴയ ഗാനത്തിന്റെ ഏതാനും ഈരടികളാണ് ഞാൻ ഇവിടെ ആലപിക്കുന്നത്. അതിന്റെ ആദ്യ വരികളാണ് നിങ്ങൾ കണ്ടെത്തി പാടുന്നത്. വളരെയധികം സുഖങ്ങളാണ്. അപ്പൊ നമുക്ക് വീണ്ടും പഴമയിലേക്ക് വേണ്ടി തിരിച്ചു പോകാം അല്ലേ? കിതാബ് പഠിച്ച് ഉദ്യോഗം ഭരിച്ച് സുൽത്താന്റെ ഗമയിൽ വരും. കിതാബ് പഠിച്ച് ഉദ്യോഗം ഭരിച്ച് സുൽത്താന്റെ ഗമയിൽ വരും. അബുദാബിക്കാരൻ മുതുമണവാളൻ നിക്കാഹിനൊരുങ്ങി വരും. പാട്ടുകൾ അറിയുന്ന ഒരുപാട് പേര് ഇവിടെയുണ്ട്. ദില്ലിയമ്മച്ച് ഒരുപാട് പഴമയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. സമ്മാനം വേണ്ടേ? പാടാൻ പറ്റുമോ? പാവാട വേണം മേലാട വേണം പഞ്ചാര തലവിളിക്കേ കരടേ ഉമ്മാന് പൊരുളേ താനീയമക്ക് പാവാട വേണം മേലാട വേണം പഞ്ചാര തലവിളിക്കേ കിട്ടാതെ കരടേ ഉമ്മാന് പൊരുളേ താനീയമക്ക് നമുക്ക് കിതാബ് പഠിച്ച് ഉദ്യോഗം ലഭിച്ച് സുൽത്താന്റെ ഗമയിൽ വരും. കിതാബ് പഠിച്ച് ഉദ്യോഗം ലഭിച്ച് സുൽത്താന്റെ ഗമയിൽ വരും. അബുദാബിക്കാരൻ പുതുമണവാളൻ സുൽത്താന്റെ ഗമയിൽ വരും. ഓ വിളിക്കുമ്പോൾ പറന്നു വരും. നമുക്ക് വേണ്ടിയ മനോഹരമായിട്ടുള്ള ഗാനം ആലപിച്ചിരിക്കുന്നത് നമ്മുടെ കൊച്ചുമിടിക്ക് നമുക്ക് വേണ്ടി മനോഹരമായിട്ടൊരു ഗാനം ആലപിച്ചിരിക്കുകയാണ്. ഒരു പൈതലായ യേശുവിന്റെ ശബ്ദത്തിലാണ് നമ്മൾ ആ ഗാനം കേട്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു കുട്ടിക്ക് മനോഹരമായ സമ്മാനം കൊടുക്കാം.